ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതൊരു സൺഡേ ആണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. ഒത്തിരി തിരക്കൊന്നും ഇല്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ജോലിയൊക്കെ ചെയ്ത ദിവസമായിരുന്നു ഇന്ന്. അതായത് കറികളൊക്കെ വെക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഒഴിച്ചു കൂട്ടാൻ എന്ത് വെക്കണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു മാമ്പഴം ഇരിപ്പുണ്ടായിരുന്നു. തൈരില്ല, അപ്പം ചെറിയ പുളിയുള്ളൊരു മാമ്പഴമാണ്. അതുമാത്രം വെച്ചൊരു ചാറുകറി വെക്കാമെന്ന് വിചാരിച്ചു. ആ മാമ്പഴക്കറി വെക്കാൻ വേണ്ടി തേങ്ങയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടെ അരയ്ക്കുകയാണ്. പിന്നെ ഞാൻ പയറ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കടുക് പൊട്ടിച്ച് താളിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് മൊത്തത്തിൽ കുറച്ച് എളുപ്പക്കറികളാണ് വെക്കുന്നത്. ഇറച്ചിയോ മീനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് പുളിയുള്ള മാമ്പഴം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് തൈരിൻ്റെ ആവശ്യമില്ല. ഇവിടെ പിന്നെ മധുരം അധികം ചേർക്കുന്ന ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് ശർക്കരയും നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരിയിൽ ചേർക്കാറില്ല. അപ്പോഴാണ് പയറിനകത്ത് ഞാൻ മുളകിട്ടിട്ടില്ലായിരുന്നു എന്ന് കണ്ടത്. പിന്നെ കുറച്ച് മുളകും കൂടെ ചേർത്തിട്ടുണ്ട് അതിൽ. പിന്നെ മാമ്പഴക്കറിയിലേക്ക് വേണ്ട അരപ്പ് ചേർത്ത് തിളയ്ക്കാൻ വെക്കുകയാണ്. 2 കറികൾ ഒരേ സമയം മാറി മാറി നോക്കുന്നുണ്ട്. ഇന്ന് സൺഡേ ആണെങ്കിലും മിഞ്ചേട്ടന് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. പക്ഷേ ചോറൊന്നും കൊണ്ടുപോകണ്ടായിരുന്നത് കൊണ്ടാണ് കറിയൊക്കെ വയ്ക്കാൻ ഇത്രയും താമസിച്ചത്. പിന്നെ എത്ര എളുപ്പക്കറികളാണെങ്കിലും എന്ത് വെക്കണമെന്നൊന്നും ആലോചിച്ചില്ലെങ്കിൽ എല്ലാം പാടാവും. ഇതാ അപ്പോഴേക്കും മോളിങ്ങ് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറേ നേരം രാവിലെ അവിടെ ഇരുന്ന് കളിച്ചു. ഞാനും മോളും മാത്രമേ ഈ സമയം വീട്ടിലുള്ളൂ. മോൻ മ്യൂസിക്കിന് പോയിരിക്കുകയായിരുന്നു. മോനെന്താ എത്തിയിട്ടുണ്ട്. പാട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോഴാണ് സമയം 12 മണി ആയല്ലോ എന്ന് ഞാൻ ഓർത്തത്. കാരണം ഇവരാരും ഇല്ലെങ്കിൽ മോൾക്ക് ഒറ്റയ്ക്കിരുന്ന് കളിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇങ്ങനെ നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ കുറേ സമയം അവളുടെ കൂടെ അവിടെ ഇരുന്നു. ഒരു 11 വരെ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് കയറിയത്. മോൻ വരുന്നതിന് മുമ്പ് കറിയൊക്കെ റെഡിയാക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിന്നത്. പക്ഷെ നടന്നില്ല. അവൻ വിശന്നായിരിക്കും എപ്പോഴും ഓടി വരുന്നത്. ഞാൻ ഈ കറികളൊക്കെ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, വേറെ കറികളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നില്ല. പിന്നെ ഒരു തേങ്ങ ഇല്ലാത്ത ഒരു ചമ്മന്തിപ്പൊടിയും കൂടെ ഉണ്ട്. ഇത് നേരത്തെ എപ്പോഴും ഞാൻ ഉണ്ടാക്കി വെക്കുന്നതാണ്. ഞാനിത് ഷോർട്സിൽ ഇട്ടിട്ടുള്ളതാണ്. ഇത് മോന് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ചമ്മന്തി ആണെങ്കിലും അവന് ഇഷ്ടമാണ്. അവനൊരു ചമ്മന്തി ലവറാണ്. അപ്പോൾ അവന് വേണ്ടി എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കാറുണ്ട്. ഇനി ഒരു മുട്ടയും കൂടെ പൊരിച്ച് മക്കൾക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് മുളകൊന്നും ഇടുന്നത് ഇഷ്ടമല്ല. വെറുതെ കുറച്ച് കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ടാണ്, ഉപ്പും മാത്രം ഇട്ടിട്ടാണ് നമ്മൾ മുട്ട പൊരിക്കുന്നത്. സമയം ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് അടുക്കി വെച്ചു. പിന്നീട് മുട്ട ഇനി പൊരിച്ച് മക്കൾക്ക് ചോറ് കൊടുക്കണം. അവർക്ക് 2 പേർക്കും മാത്രമുള്ള മുട്ടയെ ഞാനിപ്പോൾ പൊരിക്കുന്നുള്ളൂ. മാമ്പഴക്കറിയും പയറുലർത്തിയതും മുട്ട പൊരിച്ചതും അച്ചാറും. ഇതാണ് ഇന്നത്തെ ഒരു സിമ്പിൾ ഉച്ചയൂണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.